ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രാജു ട്രാവൽസ് അറ്റ് 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് ആൻഡ് റീച്ചസ് ഹിസ് ഓഫീസ് 24 minutes ലേറ്റ് ഹിസ് യൂഷ്വൽ ടൈം. ഇഫ് രാജു ട്രാവൽസ് അറ്റ് ഹിസ് യൂഷ്വൽ ടൈം ദെൻ വാട്ട് വിൽ ബി ദ ടൈം ടേക്കൺ ബൈ ഹിം ടു റീച്ച് ദ ഓഫീസ്? അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് ബ്രീഫായിട്ട് പറയാം. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടു എങ്ങനെ എക്സാമിന് ചെയ്യുമെന്ന് പറയാം. 3/4 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡാണ്. ഇപ്പോൾ 4 ആണ് യൂഷ്വൽ സ്പീഡ് എന്ന് കരുതുവാണെങ്കിൽ ഇപ്പോൾ 3 പോയിരിക്കുന്നത്. ഇവിടെ ഓഫീസിലോട്ടുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ 3/4 ഈ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നേക്കുന്നത് 24. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ബി ദ ടൈം ടേക്കൺ ബൈ ഹിം ടു ട്രാൻസ്ഫർ. യൂഷ്വൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ ടൈം ടേക്കൺ 3 × 24 72. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇങ്ങനെയാണ് എക്സാമിന് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നും എന്താണ് എൻ്റെ പുറകിലത്തെ കാര്യങ്ങളെന്ന് പറയാം. യൂട്യൂബിൽ വേറെ എനിക്ക് ക്ലാസ് എന്തെങ്കിലും കാണണം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ പുറകെയുള്ള ലോജിക്ക് പറയാം. ലോജിക്ക് അല്ലാതെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. യൂഷ്വൽ സ്പീഡ് ഇപ്പോൾ 3/4 ഓഫ് യൂഷ്വൽ സ്പീഡ് എന്ന് പറയുന്നത്. ഈ ഓഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞായിരിക്കും ബേസ് ഫുൾ ആയിട്ടുള്ളത്. അതായത് യൂഷ്വൽ സ്പീഡ് 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 3 ഭാഗമായിട്ട് 4 3 ഇപ്പോൾ അവൻ പോയത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവൻ 24 മിനിറ്റ് ലേറ്റായി. ഇവിടെ എന്താ ഇവന് ടൈം ചേഞ്ച് ആവുന്നുണ്ട്, സ്പീഡും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം യൂഷ്വൽ സ്പീഡ് 4 ആയിരുന്നു, ഇപ്പോൾ 3 പോകുന്നത്. പക്ഷേ ഇവിടെ എന്താ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്? ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഇവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ലേ? അത് യൂഷ്വൽ സ്പീഡ് ആയാലും അൺയൂഷ്വൽ സ്പീഡ് ആയാലും ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. അതായത് സ്പീഡിൻ്റെയും ടൈമിൻ്റെ റേഷ്യോ ഇൻവേഴ്സ്ലി ആയിരിക്കും. ഇപ്പോൾ 4 ഇത് എന്തിൻ്റെ ഇത് സ്പീഡിൻ്റെ റേഷ്യോ ആണ്. നമുക്ക് 3/4 എന്ന് നമ്മൾ എഴുതിക്കണം. 4 യൂഷ്വലും ഇത് അൺയൂഷ്വലും. പക്ഷേ ഇതിൻ്റെ ഇൻവേഴ്സ്ലി ആയിരിക്കും ഇതിൻ്റെ ടൈമിൻ്റെ വരുന്നത്. കാരണം എന്താ? ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയതാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ ലേറ്റ് ആയി എന്ന് പറയുന്നത് യൂഷ്വൽ സ്പീഡാണ്, ഇത് അൺയൂഷ്വലാണ്. അല്ലെങ്കിൽ യൂഷ്വൽ സ്പീഡിൻ്റെ 4 3 പോയപ്പോഴുള്ള സ്പീഡാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവന് 24 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറയുന്നു. അതായത് ഇവിടെ എത്ര കൂടിക്കുന്നത്? ഇതിൽ ലേറ്റ് ആവാനുള്ള കാരണം ഇത് ടൈമാണ്. ആദ്യം 3 യൂണിറ്റ് ടൈം അവൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 യൂണിറ്റ് ടൈം എടുക്കും അവൻ 3/4 സ്പീഡാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 24 മിനിറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂഷ്വൽ സ്പീഡിൽ പോകുകയാണെങ്കിൽ, അതായത് ഇതെല്ലാം മാറ്റുവാണെങ്കിൽ യൂഷ്വൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ എത്രയായിരിക്കണം ചോദിച്ചത്. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു? 3 ആയിരുന്നു. 3 × 24 72 വരും. മനസ്സിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് 3 പ്രോപ്പർട്ടിയാണ് മെയിനായിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ് ഇക്വേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിൻ്റെ റേഷ്യോക്ക് ഇൻവേഴ്സ്ലി ആയിരിക്കും. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതൊരു പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. അതായത് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ A/B ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ A/B തന്നെ ആയിരിക്കും. കാരണം സെയിം റേഷ്യോ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ടൈമാണ് കോൺസ്റ്റൻ്റ് എങ്കിൽ സ്പീഡും ഡിസ്റ്റൻസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് A/B ആണെങ്കിൽ സ്പീഡും A/B തന്നെ ആയിരിക്കും. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ റേഷ്യോയുടെ കൺസെപ്റ്റും ഈ ക്വസ്റ്റ്യൻ ആവശ്യമാണ്.